ഒരാഴ്ചക്കാലം ഞാൻ ഈ പറയുന്ന അമലൊന്ന് ചെയ്യുക ഇൻഷാ അല്ലാഹ്. എത്ര കൊടിയ കടങ്ങൾ ഉണ്ടെങ്കിലും അത് തീർന്നു കിട്ടാനുള്ള ഒരു വഴിയായി മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയുന്ന കുറച്ച് ദിക്റുകളുണ്ട്, കുറച്ച് ദുആ ഉണ്ട്, ഇസ്തിഗ്ഫാർ ഉണ്ട്, സ്വലാത്തുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്, എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് എന്ന കൃത്യമായ കണക്ക് പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരാഴ്ച രാവിലെയോ വൈകുന്നേരമോ ഈ പറയുന്ന സമയത്ത് കൃത്യമായി ചെയ്തു നോക്കുക. കുന്നോളം മലയോളം കടങ്ങളുണ്ടെങ്കിലും അതൊക്കെ തീർന്നു കിട്ടാനുള്ള വഴികളായി ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയതായി കാണാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വന്ന സകല കടങ്ങളെയും അല്ലാഹു തീർത്തു തരുമാറാകട്ടെ. സാമ്പത്തികമായി മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, വന്നുപോയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും മഹത്തായ ഒരു വഴിയാണ്. ജോലികൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, പക്ഷേ ജോലിയിൽ വരുമാനം കൃത്യമായി ലഭിക്കുന്നില്ല, ശമ്പളം ലഭിക്കുന്നില്ല, പരാതിയാണ് പലപ്പോഴും. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിന് ഉയർച്ച കിട്ടുന്നില്ല, ലാഭം കിട്ടുന്നില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രൊമോഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ, സ്ഥാനക്കയറ്റം കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ വിഷമിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ട് സാമ്പത്തികമായ പുരോഗതിക്കുള്ള ഒരു വഴിയും തെളിഞ്ഞു കിട്ടുന്നില്ല എന്ന് വിഷമം പറഞ്ഞ ആളുകളുണ്ട്. എല്ലാവർക്കുമുള്ള പരിഹാരം ഒരാഴ്ച ഇൻഷാ അല്ലാഹ് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ, ഇപ്രകാരം ഒന്ന് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇഖ്ലാസ് വേണം, അതോടൊപ്പം ഈ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേട്ടു നോക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. സന്തോഷം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിട്ട് വലിയൊരു സന്തോഷം പറഞ്ഞു മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട്. ഒരുപാട് ഏകദേശം 2 വർഷത്തോളം എന്തോയി അദ്ദേഹം ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, വിദേശത്തായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനൊരു പരിഹാരമാർഗ്ഗം ചെയ്തു കൊടുത്തു. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു വലിയ സന്തോഷം അറിയിച്ചത്. അൽഹംദുലില്ലാഹ് അവർക്ക് ജോലി ശരിയായിട്ടുണ്ട് എന്ന്. അതായത് കുറേ നാളുകൾ കൊണ്ട് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതാണ്, ജോലി ലഭിച്ചിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ മറ്റൊരു ഉമ്മ വിളിച്ചിട്ട് സന്തോഷം പറഞ്ഞത്, ഭർത്താവ് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം ആയിട്ട് ഒരു വിവരമില്ല. കാരണം ആളുടെ ഒരു വിവരമില്ല എന്ന് പറഞ്ഞാൽ ആൾ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ അടുത്താണ് അവർ കോൺടാക്ട് ചെയ്തത്. അൽഹംദുലില്ലാഹ് ഞാൻ അവർക്കും അതിനൊരു പരിഹാരം ചെയ്തു കൊടുത്തു. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ളൊരു പരിഹാരം. അൽഹംദുലില്ലാഹ് അവരും കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരം എന്നെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞത് ആ ഭർത്താവ് തിരിച്ചു വന്നു എന്നാണ്. അതായത് ഒരു ഫോൺ കോൾ പോലും ഇല്ലായിരുന്ന ആള് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. വന്നിട്ട് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല, ഒരു അക്ഷരം പോലും ആള് സംസാരിച്ചില്ല. പക്ഷെ എന്നാലും തിരിച്ചു കിട്ടിയല്ലോ, ജീവനോടെ തിരിച്ചു വന്നല്ലോ എന്നൊരു ആശ്വാസം അവർ വന്ന ഉടനെ എന്നെ വിളിച്ചു പറയുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ഇതുപോലെ സാന്ത്വനം ലഭിച്ച അല്ലെങ്കിൽ സമാധാനം കിട്ടിയ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ റാഹത്താണ്, സന്തോഷമാണ്. അള്ളാഹു ഇനിയും കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. പല ആളുകളും വിളിച്ച് ഉസ്താദ് നിങ്ങളുടെ കാര്യം നടക്കുന്നില്ലല്ലോ, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് ദുആയിരുന്നു കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പല ആളുകളും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. ഒരുപാട് ആളുകൾ സാമ്പത്തികമായ വല്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകൾ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ജോലി, ഹൈറായ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർ, ഉള്ള ജോലിയിൽ ബർക്കത്തില്ലാതെ അല്ലെങ്കിൽ ശമ്പളം കൃത്യമായിട്ട് കിട്ടാത്ത ആളുകൾ, ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ കടം വാങ്ങി തുടങ്ങിയതാണ്, പക്ഷേ ഒരു മെച്ചമില്ലാത്ത ആളുകൾ. ഇപ്പോൾ ഈ അടുത്തൊരു സഹോദരൻ പറഞ്ഞ ലോൺ എടുത്തിട്ട് എത്രയോ ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് തുടങ്ങിയതാണ്, പക്ഷേ ആ ലോൺ തിരിച്ചടയ്ക്കാനുള്ള അടവിനുള്ളത് പോലും മാസം കിട്ടണില്ല എന്നുള്ളൊരു സങ്കടം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണല്ലോ. എന്താണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കണുണ്ടല്ലോ, സാമ്പത്തികമായിട്ട്. അള്ളാഹു എല്ലാവർക്കും സാമ്പത്തിക പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷ നൽകട്ടെ. ഞാനൊരു വഴി പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഇതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് പറയുന്നതല്ല, ഹബീബായ നബി തങ്ങളുടെ ഹദീസിൽ നിന്നും മഹാന്മാർ എടുത്തതാണ്. ഹദീസിൽ വന്ന ഒരുപാട് ഇപ്പം കടം വീടാനുള്ള പരിഹാര മാർഗ്ഗം, കടം വീടാൻ എന്ത് ചെയ്യണം? പണിക്ക് പോകണം അല്ലേ? പണിക്ക് പോകണം തീർച്ചയായിട്ടും. പല ആളുകൾ കമൻറ്റായി രേഖപ്പെടുത്താറുണ്ട്, ഇത് ചൊല്ലിയിരുന്നാൽ മതിയോ, പണിക്കൊന്നും പോകണ്ടേന്ന്. ആരെങ്കിലും പറയലുണ്ടോ പണിക്ക് പോകണ്ട, നിങ്ങൾക്ക് കടം വീട്ടാനുള്ള വഴി മന്നവസിൽ ഇറങ്ങിയതുപോലെ ഇങ്ങനെ ഇറക്കി തരുമെന്ന് ആകാശത്ത് ഒരാളും പറയൂല. നബിതങ്ങളുടെ അടുക്കൽ വന്ന് നബിയെ എനിക്ക് ഇന്ന കടങ്ങളുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബിതങ്ങൾ പരിചയപ്പെടുത്തി, നിനക്ക് കുന്നോളം കടമുണ്ടെങ്കിലും ഇന്ന ദിക്ർ ചൊല്ലിക്കോണം. ഉഹദ് മലയോളം നബിതങ്ങളുടെ ഹദീസിൽ കാണാൻ ജബൽ ഉഹദ് മലയോളം കടങ്ങൾ നിനക്കുണ്ട് എങ്കിൽ, ഉഹദ് മലയോളം കടം നിനക്കുണ്ടെങ്കിലും ആ കടങ്ങൾ വീട്ടാൻ ഇന്ന പരിഹാരം ചെയ്താൽ മതിയെന്ന്, ഇന്ന അമൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്ന ദിക്ർ ചൊല്ലിയാൽ മതിയെന്ന് നബിതങ്ങളുടെ ഹദീസിലുണ്ട്. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞതിനർത്ഥം എന്താ? ഇതും ചൊല്ലി വെറുതെ കുത്തിയിരുന്നാൽ മതി, നിനക്ക് പണിക്ക് പോകണ്ട എന്നാണോ? അല്ല, മറിച്ച് എന്ത് ചെയ്യണം? ഈ ചെല്ലലോടുകൂടി, അല്ലെങ്കിൽ നീ അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ നിന്റെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ, അല്ലെങ്കിൽ സാമ്പത്തിക വഴികൾ തുറന്നു കിട്ടാനുള്ള പരിഹാര മാർഗ്ഗം എന്ത് ചെയ്യണം? നീ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം. വിശുദ്ധ ഖുർആൻ فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. സൂറത്ത് നൂഹിലെ ആയത്താണ്. നീ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലണം അള്ളാഹുവിന് വേണ്ടി, റബ്ബിനോട് പാപമൊറുക്കൽ തേടണം. നിനക്ക് കിട്ടുന്ന കുറേ നേട്ടങ്ങൾ എണ്ണി പറയുന്നുണ്ട്. നിന്റെ പാപങ്ങൾ പൊറുക്കും. ഓക്കെ. വയുംദിദുക്കും ബി അംവാലിൻ, നിന്റെ സമ്പാദ്യത്തിൽ വർധനവുണ്ടാകുമെന്ന.
നിന്റെ സമ്പത്തിൽ മാലിൽ വർധന ഉണ്ടാകും. അപ്പം ഇങ്ങനെ ഒരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി എന്നാണ് അർത്ഥം. അല്ല, പണിക്ക് പോകണം, ജോലിക്ക് പോകണം, വരുമാന മാർഗ്ഗങ്ങൾ തേടണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ആത്മീയമായ ചില മുൻകരുതലുകൾ നമ്മുടെ കൂട്ടത്തിൽ കയ്യിൽ ഉണ്ടാവണം. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഈ പറയുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ഹദീസുകളിൽ നിന്ന് വന്ന ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ സമാഹരിച്ചതാണ്, അതിൽ ഒരുമിച്ച് കൂട്ടിയതാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. മഹത്തുക്കൾ വിശദീകരിക്കേണ്ടത്. ഞാൻ പറയുന്ന ഈ ഒരു 4 കൂട്ടം കാര്യങ്ങൾ, ഞാൻ ഈ പറയാൻ പോകുന്ന 4 കൂട്ടം കാര്യങ്ങൾ ഒരാഴ്ചക്കാലം ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയുന്ന ഒരു തർത്തീബ് പ്രകാരം നിങ്ങളൊന്ന് ചൊല്ലുക. അത് ചൊല്ലി നിങ്ങളുടെ ജീവിതത്തിൽ ഇഖ്ലാസോട് കൂടിയിട്ട് ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. ഒന്ന് മുഖ്ലിസായ ഖാലിസായ ഖൽബോട് കൂടിയിട്ടാണ് ചെല്ലണം. എനിക്കിത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫലം കിട്ടും. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന സമയത്ത് ഇതെന്ത് ചെയ്യാം? മറ്റേ ഫലസ്തീനിലെ ഗസയിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തൂടെ, അല്ലെങ്കിൽ സൊമാലിയയിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? കാരണം എന്താ? അവർക്ക് പട്ടിണി കിടക്കുന്നുണ്ട്, അവിടെ കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുത്തൂടെ എന്ന്. ഇതെല്ലാവർക്കും കൂടാണ് പറയുന്നത്. ഇത് മലയാളികൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അല്ലാത്ത ആളുകൾക്ക് ഇത് മലയാളം മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവർ കേട്ടോട്ടെ. ഇനി അതല്ലെങ്കിൽ ഇത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് അവർ കേട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവരുടെ ഭാഷയിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് കേൾക്കാനുള്ള എല്ലാ വകുപ്പുകളും ഇന്ന് നാട്ടിൽ ദുനിയാവിലുണ്ട്. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ കമൻ്റ് അടിക്കുന്ന ആളുകൾക്ക് അത് മുഖവിലേക്ക് എടുക്കൂല എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വരുന്നത് എന്ത് ചെയ്യുക? ഈ 4 കൂട്ടം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഇഖ്ലാസോട് കൂടിയിട്ട്, നല്ല ഖൽബോട് കൂടിയിട്ട്, ഏതാ റബ്ബിൻ്റെ വചനങ്ങളാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഹബീബ് പഠിപ്പിച്ചെന്ന ദിക്റുകളാണ് ചൊല്ലുന്നത്, എനിക്കതിന് ഫലം കിട്ടണം എന്നുള്ള നല്ല നിയത്തോടു കൂടി ചെയ്യണം. രണ്ടാമത്, എനിക്കിതിന് ഫലം കിട്ടും, റബ്ബ് എനിക്ക് നൽകും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാവണം ചെയ്യേണ്ടത്. മൂന്നാമത്തത്, ദായിമായി ചെയ്യാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും മുടങ്ങാതെ കൃത്യമായി ഏതെങ്കിലും ഒരു ദിക്ർ നമ്മൾ മുറുകെ പിടിക്കണം. ഏതെങ്കിലും ഒരു ദിക്ർ നമ്മുടെ കൈമുതലാക്കി വെക്കണം. അതെന്തോ ആയിക്കോട്ടെ, അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതായിക്കോട്ടെ, അല്ലാത്ത ദിക്റുകളാകട്ടെ, സ്ഥിരമായി കൈമുതലാക്കി കഴിഞ്ഞാൽ ആ ദിക്ർ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുമെന്നാണ്. ഏത് കാര്യം നടന്നു കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുപോലെ തന്നെ ചൊല്ലുന്ന സമയത്ത് എന്ത് ചെയ്യുക? വുദുവോടുകൂടി ശുദ്ധിയോടുകൂടിയൊക്കെ ചൊല്ലാൻ ശ്രമിക്കുക. ദിക്ർ ചൊല്ലുന്നതിന് ശുദ്ധിയുടെ വുദുവിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനാപത്തുകാർക്കും അല്ലെങ്കിൽ പരിശുദ്ധിക്കാർക്കും എന്ത് ചെയ്യാം? ഈ ദിക്റിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ശുദ്ധിയോടുകൂടി ചെയ്യുന്ന അമലുകൾക്ക് കുറച്ച് ഫലം കൂടുതലാണ്. ആ ഫലം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വുദുവോടുകൂടി ശുദ്ധിയോടുകൂടി ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഈ പറയുന്ന ഒരു 4 കൂട്ടം അമൽ ജീവിതത്തിൽ പതിവാക്കി നോക്കി. ദിക്റുകളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങൾ മുഴുവൻ തീർത്തു തരാനുള്ള ഒരു ദിക്റായി പഠിപ്പിച്ചെന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. നബി തങ്ങൾ ഹദീസിലുണ്ട്, ഉഹദ് പർവ്വതത്തോളം കടം നിനക്കുണ്ടെങ്കിൽ അതൊക്കെ തീർന്നു കിട്ടുമെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽപ്പെട്ടാണിത് ഈ ഒരു ദിക്ർ. ദിവസവും രാവിലെയോ വൈകുന്നേരമോ 100 തവണ മുടങ്ങാതെ ഇത് ചൊല്ലാൻ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കടങ്ങളൊക്കെ നിസാരമായിട്ട് തീർന്നു കിട്ടും ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ദിക്ർ അതാണ്. രണ്ടാമത് കാണാം, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഇത് പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു തന്നൊരു ദിക്ർ കൂടിയാണ്. ഇതും എന്ത് ചെയ്യാം? ഇത് ആഴ്ചയിൽ നിങ്ങൾ മുടങ്ങാതെ ഓരോ ദിവസവും തർത്തീബാക്കിയിട്ട് എന്ത് ചെയ്യാം? ആദ്യം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ദുആ ചെയ്യുക. ശേഷം 100 തവണ അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്ന ദിക്ർ ചൊല്ലുക. അതിനുശേഷം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഇസ്തിഗ്ഫാർ ചൊല്ലണം. അതെങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം വ അതൂബു ഇലൈഹി. അത് ഏറ്റവും പവറുള്ള ഇസ്തിഗ്ഫാർ ആണ് എന്ന ഹദീസിൽ കാണാം. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം വ അതൂബു ഇലൈഹി, ഈ ഒരു ദിക്ർ എന്ത് ചെയ്യുക? ഇസ്തിഗ്ഫാർ 100 തവണ അതിനുശേഷം ചൊല്ലുക. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലുക. ഇതിന്റെ ഗുണം എന്താ? സ്വലാത്ത് ചൊല്ലുന്ന ആൾക്ക് സാമ്പത്തികമായി ഞെരുക്കം ഉണ്ടാവൂല, ദാരിദ്ര്യം വരൂല എന്ന്, ഫഖർ വരൂല എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നിയ്യത്താക്കിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്, സയ്യിദിനെ ചേർത്ത് ചൊല്ലിക്കൊള്ളി. അപ്പം ഈ 4 കാര്യങ്ങൾ, ഒന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ എന്ന് തുടങ്ങുന്ന ദുആ, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക എന്ന് തുടങ്ങുന്ന ദുആ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം വ അതൂബു ഇലൈഹി എന്ന ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന സ്വലാത്ത്. ഈ 4 കൂട്ടം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ 100 തവണ വീതം മുടങ്ങാതെ നിങ്ങൾ ഒരാഴ്ചക്കാലം ഈ പറഞ്ഞ നിയ്യത്തോടു കൂടി ഇഖ്ലാസോടുകൂടി ഒന്ന് ചൊല്ലി നോക്കി. ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായി നിങ്ങളിലേക്ക് ഉയർച്ച വരുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. എത്രയോ അനുഭവങ്ങൾ ആ രൂപത്തിൽ പറയാനുണ്ടെന്നറിയും. എത്രയോ അനുഭവങ്ങൾ ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു വെറുതെ ആക്കൂല. അവൻ്റെ ഖജനാവ് വിശാലമാണ്. ഇപ്പോൾ ലോകത്തുള്ള സർവ്വതും എല്ലാവരും കൂടെ ചോദിച്ചു, അള്ളാഹു എനിക്ക് ഇന്നത് തരണേ, അള്ളാഹു എല്ലാവർക്കും കൊടുത്തു. എന്നാലും റബ്ബിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു കുറവും വരൂല എന്ന്, ഒരല്പം പോലും കുറയില്ല എന്ന്. നബി തങ്ങൾ അതിനൊരു ഇത് പറഞ്ഞത്, ഒരു സൂചി എടുത്തിട്ട് സമുദ്രത്തിലേക്ക് മുക്കിയിട്ട് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ആ സൂചിയുടെ അറ്റത്ത് ഒരു തുള്ളി ഇങ്ങനെ വരുമല്ലോ, അവസാനം ആ തുള്ളിയുടെ വലിപ്പം പോലും കുറവ്. ഈ സമുദ്രത്തെക്കുള്ള നോക്കുമ്പോൾ ഈ തുള്ളി എന്താ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ തുള്ളി പോലും കുറവ് ഇവിടെ വരൂല, അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് കുറയൂല, എല്ലാവർക്കും കൊടുത്താലും ശരിയെന്ന്. അപ്പം അത്രയും വിശാലമാണ് റബ്ബിൻ്റെ ഖജന. അപ്പോൾ അതുകൊണ്ട് റബ്ബിനിപ്പോൾ നമുക്ക് അവൻ്റെ സമ്പത്തിൻ്റെ വാതിൽ തുറന്നു തരിക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല. നമ്മൾ ചോദിക്കാൻ തയ്യാറാകണം, റബ്ബിനോട് ചോദിക്കണം, ആത്മാർത്ഥമായി ചോദിക്കണം. പണിക്ക് പോകണം, ആ കൂട്ടത്തിൽ വില ബിസിനസ് ചെയ്യണം, ജോലികൾ ചെയ്യണം, ആത്മാർത്ഥമായി അതിനുവേണ്ടി പരിശ്രമിക്കണം. ആ കൂട്ടത്തിൽ റബ്ബെ എൻ്റെ കാര്യം നീ എളുപ്പമാക്കി തരണേ അല്ലാ എന്ന് റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുകയും ചെയ്യണം. വിശുദ്ധ ഖുർആൻ എത്രയോ തവണ
ഭരമേൽപ്പിക്കുക. മുത്തവക്കിലീങ്ങളെ പറ്റി, അള്ളാഹുവിനോട് ഭരമേൽപ്പിക്കുന്ന ആളുകളെ പറ്റി പറയുന്നത് യുഹിബ്ബുൽ ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തവക്കിലീൻ, തവക്കുലാക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഒരു ഇഷ്ടമാണ് എന്ന്. തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാര്യം നോക്കിക്കോളൂ എന്ന് പറഞ്ഞിങ്ങനെ കുത്തിയിരിക്കാന്ന് എൻ്റെ അർത്ഥം. എങ്ങനെയാണോ അവൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അല്ല, മറിച്ച് എന്ത് ചെയ്യുക, ആ നോക്കിയിരിക്കലോടുകൂടി അള്ളാഹുവിൻ്റെ കാര്യം കൈകാര്യം ചെയ്യും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ജോലിക്ക് പോകണം. അള്ളാഹുവിൻ്റെ കാര്യം നോക്കുമെന്ന ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ബിസിനസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മറ്റു കാര്യങ്ങൾക്ക് പഠനത്തിന് പോകണം, പഠിക്കാൻ പോകണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എല്ലാ കാര്യവും ചെയ്യണം. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾക്ക് റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, ഹക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ദീനിയായ ചൈതന്യമുള്ള നല്ല ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ചെയ്തു വെക്കുക. കാരണം ഇതുപോലെയുള്ള പ്രയോജനപ്രദമായ വീഡിയോസൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അത് ഉപകരിക്കും. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.